കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷനിലും സമരാനുകൂലികളുടെ ഭീഷണി. ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി സിവിൽ സ്റ്റേഷൻ അടപ്പിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഇംതിയാസ് കരീം നൽകും വിവരങ്ങൾ. ഇംതിയാസ്, ഇതിനകം തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. ജോലിയെടുക്കുന്നവർക്ക് നേരെ ആക്രോശിച്ചെത്തുന്ന സമരക്കാരോട് അതിന് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് വളരെ കൂളായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ്. എപ്പോഴായിരുന്നു? രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. ഇന്ന് ഉച്ചയോടെയാണ്, പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടെയാണ് ഈ സമരാനുകൂലികൾ കോഴിക്കോട് മുക്കത്തുള്ള സിവിൽ സ്റ്റേഷനിലേക്ക് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചെത്തിയത്. മുക്കത്തെ പല സ്ഥലങ്ങളിൽ ഇവർ കടകളടപ്പിക്കുകയും അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റിലടക്കം എത്തി ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സിവിൽ സ്റ്റേഷനിലെത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ജോലിയിൽ നിന്നും മാറി നിൽക്കണം, ഇത് സിവിൽ സ്റ്റേഷൻ കൂട്ടി പോകണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് കൂട്ടാക്കാത്തതിനെ തുടർന്ന് വലിയ രീതിയിൽ ഇവരോട് കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തലടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഇവിടെ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സിവിൽ സ്റ്റേഷന്റെ ഫ്യൂസ് ഊരും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരണമോ എന്ന രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയർത്ത് സംസാരിക്കുകയാണ്. പിന്നീട് ഒടുവിൽ അവിടെ 3-4 ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവർ പിന്നീട് സിവിൽ സ്റ്റേഷന് പുറത്തിറങ്ങി ഇന്നത്തെ ദിവസം ജോലി ഉപേക്ഷിച്ച് പുറത്തു പോവുകയും ചെയ്തു. അത് സിവിൽ സ്റ്റേഷൻ പൂട്ടിയതിനു ശേഷമാണ് പ്രതിഷേധക്കാരും അവിടെ നിന്ന് പിരിഞ്ഞത്. എന്തായാലും കോഴിക്കോട് നഗരം അതുപോലെ തന്നെ മുക്കം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സമരാനുകൂലികൾ സംഘടിച്ചെത്തി വിവിധ സ്ഥലങ്ങളിൽ അതായത് കടയടക്കാനും അതല്ലെങ്കിൽ സ്ഥാപനം പൂട്ടാനുമൊക്കെ കൂട്ടാക്കാത്തവരെ ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കലടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് മുക്കത്തുൾപ്പെടെ നടന്നിട്ടുള്ളത്. ഹിമ. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷനിൽ ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി സിവിൽ സ്റ്റേഷൻ അടപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇല്ല